പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെൻ്റെക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് മുമ്പ് നാം ദരിദ്രരായിരുന്നിരിക്കാം, ബലഹീനരായിരിക്കാം, ആർക്കും വേണ്ടാത്തവരായിരിക്കാം, രോഗികളായിരിക്കാം, അരിഷ്ടതകൾ നിറഞ്ഞവരായിരിക്കാം, അകൃത്യങ്ങൾ നിറഞ്ഞവരായിരിക്കാം, കറയും കളങ്കവും ചുളുക്കവും അങ്ങനെ ചേറ്റുകണ്ടത്തിൽപ്പെട്ടവരായിരുന്നിരിക്കാം. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് ശേഷം, ദൈവം നമ്മെ സ്നേഹിക്കണമെങ്കിൽ, ദൈവം നമ്മെ വിളിച്ചതിന് ശേഷം, തിരഞ്ഞെടുത്തതിന് ശേഷം ദൈവത്താൽ സ്നേഹിക്കപ്പെടണമെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു മാനദണ്ഡം ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ടതാണ്. ഇന്ന് തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ പ്രസ്തുത വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ നമുക്ക് തന്നിരിക്കുന്ന വചനം യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. പ്രൈസ് ദി ലോർഡ്. പ്രഷ്യസ് ആൻഡ് ഹോണറബിൾ പേഴ്സൺ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. പ്രഷ്യസ്, വിലയേറിയവൻ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞവരാകരുത്. നാം വില കുറഞ്ഞവരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചിരുന്നതാണ്. എന്നാൽ അവൻ്റെ ദിവ്യ സ്നേഹത്തെ, തേജസ്സിനെ നമ്മളിൽ പ്രകാശിപ്പിച്ചപ്പോൾ നമ്മൾ കറയും കളങ്കവും ചുളുക്കവും ഒക്കെ മാറി സ്വയം പ്രകാശിക്കുന്ന വിളക്കുകളായി, നക്ഷത്രങ്ങളെപ്പോലെ, മാണിക്യത്തെ പോലെ, വിലയേറിയ കല്ലുകളെ പോലെ, സൂര്യകാന്തത്തെ പോലെ, ഗോമേധകത്തെ പോലെ എന്നു വേണ്ട ഏതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് കേട്ടിട്ടുള്ള അറിവിൻ പ്രകാരം പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനങ്ങേപ്പുറം സ്വച്ഛസ്ഫടികമായി ദൈവം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ട്രാൻസ്പെറൻറ്റ്. യെസ്, വിലയേറിയവരാകണം. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വില കുറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞാൽ ദൈവം സ്നേഹിക്കത്തില്ല, പെൻഡിങ്ങിൽ വയ്ക്കും. അതിനുശേഷം ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഹോണറബിൾ പേഴ്സൺ. മറ്റുള്ളവർ അപമാനിക്കുന്നവരാകരുത്. ദൈവം സ്നേഹിക്കുമ്പോൾ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി, ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ചും കൊണ്ടുപോയി ദൈവം ഉയർത്തുന്ന വ്യക്തി, അവൻ ഹോണറബിൾ ആയിരിക്കണം, പ്രഷ്യസ് ആയിരിക്കണം, വില കൂടിയ വ്യക്തിയായിരിക്കണം. അതിനുശേഷം സകലരും ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കണം. അപമാനം ദൈവനാമത്തിന് വേണ്ടി ഏറ്റുകൊള്ളുന്നതിൽ ദൈവം നമുക്ക് തേജസ്സിനെ കൂടുതൽ ഊറ്റിത്തരും. ഒരു പക്ഷെങ്കിൽ ഈ ലോകം നമ്മെ അപമാനിച്ചേക്കാം, നമുക്ക് ബഹുമാനം തരത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഈ ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ വിലയെയും ബഹുമാനത്തെയും കുറിച്ചല്ല ദൈവം നോക്കുന്നത്. സ്വർഗത്തിലെ ദൂതന്മാർ നമ്മെ വിലയേറിയവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യണം. മാന്യനെന്ന് ദൂതന്മാർ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ദൈവം വിളിച്ചുകൊണ്ട് വന്ന വഴിയെക്കുറിച്ച് അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞാൻ നിന്നെ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. അതെന്താണ് ഈ കിഴക്ക് നിന്ന് വരുത്തുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? കിഴക്ക് നിന്ന് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, ട്രഡീഷൻസ്,
ആ പാരമ്പര്യത്തിൽ ഇരിക്കുന്നവർക്ക് രക്ഷകനെ കൊണ്ട് ആവശ്യമില്ല. അവർ ഇരിക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും കൊണ്ട് അവർ കിഴക്കുള്ളവരാണ്. ട്രഡീഷൻസ്. എന്നാൽ ദൈവം അവനെ സ്നേഹിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് അവനെ വിളിച്ചു കൊണ്ടുവരും. കമോൺ. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയാണ്, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഒരു കൂട്ടം ജനങ്ങൾ ട്രഡീഷൻസിൽ നിലനിൽക്കുന്നു. എനിക്ക് മറ്റൊന്നും വേണ്ട, സ്വയം സംതൃപ്തരാണ്. അവർക്ക് പ്രമാണങ്ങളും ദൈവവും ന്യായപ്രമാണങ്ങളും എന്ന് വേണ്ട ഉപദേശ സംഹിതകളും സഭകളും പുരോഹിതന്മാരും പുരോഹിതവർഗവും എല്ലാം അവർക്കുണ്ട്. അവർ കൂടി നടന്ന് ആചരിച്ചു പോകുന്നതായ സഭാ സംവിധാനങ്ങൾ, ആത്മീകമായ വീക്ഷണം അവർക്ക് ഒരു വലിയ സംതൃപ്തിയെയും അടിസ്ഥാനപരമായ ചില ചിന്താഗതിയെയും അവർക്ക് കൊടുക്കുന്നു. പക്ഷെങ്കിൽ അതുകൊണ്ട് ദൈവം അവരെ സ്നേഹിക്കണം എന്നില്ല. എന്നാൽ ദൈവം സ്നേഹിക്കുവാൻ വേണ്ടി പദ്ധതിയിടുന്ന ഒരു വ്യക്തിയെ ആ ട്രഡീഷൻസിൽ നിന്നും വിളിച്ച് പുറത്തു കൊണ്ടുവരും. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയാണ്, ഞാൻ അവരെ പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും എന്ന് പറഞ്ഞാൽ ചിതറിപ്പോയവരാണ്. ചിതറിപ്പോയി ആരും കാണാതെ ആടുകളുടെ ഇടയിൽ നിന്നും ചില ആടുകൾ ചിതറിപ്പോയി, കാണാമറയത്ത് പോയിരിക്കുക. എന്നാൽ രക്ഷകൻ 99നെയും വിട്ടിട്ട് കാണാതെ പോയതിനെ തേടി മരുഭൂമിയിൽ, കാട്ടുപ്രദേശങ്ങളിൽ, വടക്കും തെക്കും പടിഞ്ഞാറും എല്ലാം നോക്കി അലഞ്ഞതിനു ശേഷം ദൈവം കണ്ടുപിടിക്കുകയാണ് അവൻ പടിഞ്ഞാറ്, കിഴക്കിൻ്റെ ഓപ്പോസിറ്റ്. ഒരു സമയം ഒരു കൂട്ടർ ഇതാ ട്രഡീഷൻസിൽ നിറഞ്ഞു നിൽക്കുന്നു, വേറൊരു കൂട്ടർ ഇതിനെയെല്ലാം കളഞ്ഞതിന് ശേഷം ചിതറിയവരായി പടിഞ്ഞാറിൻ്റെ മോഹങ്ങൾ, വെസ്റ്റേൺ സ്പിരിറ്റ് ഓഫ് വെസ്റ്റേൺ, പടിഞ്ഞാറിൻ്റെ ആത്മാവ്, പുരോഗതിയുടെ സംസാരം, ആധുനികമായ ചിന്താഗതികളിൽ കൂടെ അവർ ദൈവത്തെ കാണുവാനും ദൈവത്തെ ഗ്രഹിക്കുവാനും ചിതറിപ്പോയവർ, ദൈവത്തെ കൊണ്ട് ആവശ്യമില്ലാത്തവർ, പ്രാർത്ഥന കൊണ്ട് ആവശ്യമില്ലാത്തവർ, രക്ഷ കൊണ്ട് ആവശ്യമില്ലാത്തവർ. എന്നാൽ ദൈവം അവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചപ്പോൾ ചിതറിപ്പോയ ചിലരെ ദൈവം ശേഖരിച്ചു, കൊളക്റ്റഡ്. വേറെ ഒരു കൂട്ടരെ പാരമ്പര്യത്തിൽ നിന്ന് വിളിച്ചു വരുത്തി. ഇനിയും വേറൊരു കൂട്ടരെ ചിതറിപ്പോയവരുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതിനുശേഷം വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വയ്ക്കരുതെന്നും കൽപ്പിക്കുന്നു. വടക്കിന് ചില അധികാരം, ചോദിച്ചാലും കൊടുക്കില്ല. എന്നാൽ തെക്കിന് വേറൊരു അധികാരം, തടഞ്ഞു വയ്ക്കുന്ന തടസ്സങ്ങൾ. അങ്ങനെ ദൈവത്തിനുള്ള ആടുകൾ, ദൈവത്തിനുള്ള മനുഷ്യർ, ദൈവം സ്നേഹിക്കേണ്ടവർ, ദൈവം പദ്ധതിയിട്ടവർ, ചിലർ തടയപ്പെട്ട്, ചിലർ പാരമ്പര്യങ്ങളിൽ വീഴ്ത്തപ്പെട്ട്, ചിലർ ചിതറപ്പെട്ട്, ചിലർ ചോദിച്ചാലും അധികാരികൾ വിട്ടുകൊടുക്കാത്ത ചില വ്യക്തി ജീവിതങ്ങൾ. ഇവയെല്ലാം ദൈവം അവൻ്റെ സമയത്ത് അവരെ കളക്ട് ചെയ്ത് ഒന്നാക്കി തൻ്റെ സന്നിധിയിൽ മാന്യരും വിലയേറിയവരുമായി അവരെ രൂപാന്തരപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പാരമ്പര്യ അവസ്ഥകളെയും കഴിഞ്ഞ കാലങ്ങളെയും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. ദുഃഖകരമായ, സങ്കടകരമായ അനേക സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളതായ ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നതായ നമ്മളെ ദൈവം തൻ്റെ കൃപയാൽ സ്നേഹിച്ച്, ദൈവം വിളിച്ചതുകൊണ്ടും ദൈവം വീണ്ടെടുത്തത് കൊണ്ടും നാം സ്നേഹിക്കപ്പെടണമെന്നില്ല.
എന്നാൽ നാം മാന്യരും വിലയേറിയവരുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം തിരുവചനത്തെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെന്നുള്ളതായ ഒരു മാന്യത നിങ്ങൾക്ക് കാണും, ഒരു ഉയർച്ച നിങ്ങളുടെ മനസ്സിൽ കാണും, ഒരഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ കാണും, ഇല്ലെങ്കിൽ ഒരു അഭിമാനം നിങ്ങളുടെ മനസ്സിൽ കാണും. ദൈവം പറയുന്നു, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ വേറിട്ട് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് കൃത്യമായി സംസാരിക്കും. നിന്റെ പിന്മാറ്റത്തെയൊക്കെയും ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. നിന്റെ രോഗത്തെയൊക്കെയും ഞാൻ ചികിത്സിച്ച് ഞാൻ നിനക്ക് സൗഖ്യം തരും. ആരോഗ്യവും ബലവും ഉള്ളവനായി ഈ ഭൂമിയിലും സമൂഹത്തിലും ജീവനുള്ളവരുടെ ദേശത്ത് നിന്നെ നിലനിർത്തുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ മാന്യനും ബഹുമാന്യനുമാക്കി ദൈവം നിന്നെ പരിപാലിക്കും. അങ്ങനെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വംശമായി, തലമുറയായി, കുടുംബമായി, വ്യക്തി ജീവിതങ്ങളായി, സമൂഹങ്ങളായി, സഭകളായി ദൈവസന്നിധിയിൽ കാക്കപ്പെടുന്ന ഒരു ഹൃദയം ഈ പ്രഭാതത്തിൽ വാഞ്ചിക്കുന്നവരാരോ അവരോട് ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും അവൻ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് ഊറ്റുവാൻ തക്കവണ്ണം സ്വർഗം കാത്തിരിക്കുന്നു. അവരെ ദൈവം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇതുവരെയും തോന്നിയിട്ടില്ല. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കയാൽ. പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ദൈവം ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മാന്യതയും നമ്മുടെ വിലയും കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാനാണ്, പരിരക്ഷിക്കാനാണ്. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ തരുന്നതിന് വേണ്ടിയല്ല. ദൈവം നമുക്ക് തന്നതായ അല്ലെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്നതായ മാന്യതയും ബഹുമാനവും നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൻ അഗ്നിമതിലുകളാൽ നമ്മെ പരിരക്ഷിച്ച് സൂക്ഷിക്കുന്നു. ഒരു പരുന്ത് ചുറ്റി പറക്കുന്നത് പോലെ നമുക്ക് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, ഭവനത്തിന് ചുറ്റും, നമ്മുടെ ജോലികൾക്ക് ചുറ്റും, നമ്മൾ നടന്നു പോകുന്നതായ, കഴിഞ്ഞു പോകുന്നതായ അന്തരീക്ഷങ്ങൾക്ക് ചുറ്റും അവൻ നമുക്ക് കാവൽ നിന്നുകൊണ്ട് മാന്യതയുള്ളവരായി, വിലയേറിയവരായി ദൈവസന്നിധിയിൽ സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തോട് നമുക്ക് വിലമതിപ്പും ബഹുമാനവും ആദരവും സ്നേഹവും അങ്ങോട്ട് തിരിച്ചും കൊടുക്കുന്നവരെങ്കിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ ദൈവം എപ്പോഴും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അവരോട് അരുളി ചെയ്യുവാൻ ദൈവത്തിന് എപ്പോഴും ഒരു സന്ദേശം കാണും. ദൈവത്തിൻ്റെ സന്ദേശം രാപകൽ വ്യത്യാസമില്ലാതെ അവൻ്റെ ആലോചനകളെ കേട്ട് അവൻ്റെ ആ സ്നേഹത്തെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന വ്യക്തി ജീവിതങ്ങളായി കാണപ്പെടുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. God bless you.